ഹായ് ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഡെലിവറിക്കുള്ള ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് ആണ്. അത് എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്നുള്ളത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് ഇപ്പോൾ 9th മന്ത് റണ്ണിങ് ആണ്. നാളെ ഇപ്പോൾ ഡോക്ടറിനെ കാണണം, ചെക്കപ്പ് ഉണ്ട്. മെയ് 20th ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് റെഡി ആയിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ബേബിക്കുള്ള ബാസ്ക്കറ്റാണ്. അപ്പം അതിൽ ഞാൻ അത്രയും അത്യാവശ്യമുള്ള തിങ്സ് മാത്രമേ ഇപ്പോൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു റിസീവിങ് ടവലാണ്. ഇത് നമ്മൾ വാങ്ങിയത് ഫസ്റ്റ് ക്രൈ എന്നാണ്. ഒരു ക്യൂട്ടായിട്ടുള്ളൊരു റിസീവിങ് ടവല്. അപ്പോൾ അത് നമുക്കൊന്ന് വെക്കാം. പിന്നെ ഇത് കുറച്ച് ഡ്രൈ ഷീറ്റ്സ് ആണ്. കുഞ്ഞിന് യൂറിൻ പാസ് ചെയ്യുമ്പോഴും ഒക്കെ ഇതാവുമ്പം അബ്സോർബ് ചെയ്തോളും വേഗം. അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് യൂസ് ചെയ്യുന്നതിലും കുറച്ചും കൂടെ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിൾ ഇതായിരിക്കും. അപ്പോൾ ഇതൊരു കുറച്ചെണ്ണം നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 2-3 ഷീറ്റ് എന്തായാലും എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് കോട്ടൺ തുണികളാണ് കുഞ്ഞിനെ ഉടുപ്പിക്കാൻ വേണ്ടിയിട്ട്. യൂറിനൊക്കെ പാസ് ചെയ്യുമ്പം പിന്നെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ ഡയപ്പേഴ്സ് വെക്കുന്നതിലും നല്ലത് ഈ കോട്ടൺ തുണികൾ യൂസ് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് തുണികൾ നമ്മളിങ്ങനെ സൈഡൊക്കെ അടിച്ച്, എൻ്റെ ചേച്ചി കൊണ്ടുവന്നാണ് ഇതൊക്കെ. അപ്പോൾ സൈഡൊക്കെ അടിച്ച് ഡെറ്റോളിലൊക്കെ മുക്കി ഉണക്കിയതാണ്. അപ്പോൾ ഇത് കുറച്ച് എടുത്തു വെക്കാം. അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ കുറച്ച് ക്ലോത്ത്സ് ആണ്. ഇത് കോട്ടൺ ക്ലോത്ത്സ്, ഇത് മസ്ലിൻ ക്ലോത്ത്സ് ആണ്. അപ്പോൾ രണ്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് ക്ലോത്ത്സും കൂടെ എടുത്തു വെക്കാം. പിന്നെ ഇത് കുറച്ച് ഫേസ് ടവൽസ് ആണ്. നമ്മൾ ഫീഡ് ചെയ്യുമ്പോഴത്തേക്കും മുഖത്തൊക്കെ ആയാൽ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് ഫേസ് ടവൽസ് എടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് കുറച്ച് കുട്ടി ഉടുപ്പുകളാണ്. അതും കോട്ടൺ തന്നെ നമ്മൾ കഴുകി നീറ്റാക്കി ഉണക്കി പാക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതും വെക്കുന്നു. പിന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് മിറ്റൻസും ക്യാപ്സും സോക്സും വരുന്നൊരു പാക്കറ്റാണിത്. അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ നഖമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഫേസിലൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ ഇതാവില്ലേ. അപ്പം അങ്ങനെ ഒരു സോക്സും മിറ്റൻസും ക്യാപ്സും ആണ് എടുത്തേക്കുന്നത്. ഇതൊരു പാക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് ക്യാപ്പ് വരുന്നത്. അപ്പോൾ അതും നമുക്ക് എടുത്തു വെക്കാം. അതിൻ്റെ ഒരു 3 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. വെറുതെ നമുക്ക് ഒന്നും വെച്ചേക്കാം. പിന്നെ വരുന്നത് വാട്ടർ വൈപ്സ് ആണ്. ഇത് 98% വാട്ടറാണ്. അപ്പോൾ മോഷനൊക്കെ പോകുമ്പോഴും അതുപോലെ തന്നെ യൂറിൻ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇതിൻ്റെ ഒരു 2-3 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിലോട്ട് ഒരു പാക്കറ്റൊക്കെ മതിയാവും. അപ്പോൾ അത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു കോട്ടൺ ഡയപ്പർ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇത് അത്ര അത്യാവശ്യം വേണ്ടി വരില്ല, എങ്കിലും ജസ്റ്റ് ഒരു കോട്ടൺ ഡയപ്പർ വാങ്ങിയിട്ടുണ്ട്. അതും വെക്കുന്നു. ഇത് റീയൂസബിൾ ക്ലോത്ത് ഡയപ്പറാണ്. അപ്പോൾ കുറച്ചുകൂടെ കുഞ്ഞുങ്ങൾക്ക് കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ മറ്റേ പ്ലാസ്റ്റിക് ഡയപ്പേഴ്സ് വെക്കുന്നതിലും. അപ്പോൾ ജസ്റ്റ് ഇതും ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കുഞ്ഞിൻ്റെ ബാഗ് പാക്കിംഗ്. ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം എനിക്ക് കൊണ്ടുപോകേണ്ട തിങ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് കാണിച്ചു തരാം. ഇനി എനിക്കുള്ള ബാഗാണ്. അപ്പോൾ അതും ഈ പറയുന്ന പോലെ തന്നെ ഞാൻ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ വന്നതിന് ഇപ്പം എന്താ വെച്ചാൽ വീടിന് അടുത്ത് തന്നെയാണ് നമ്മുടെ ഹോസ്പിറ്റലും. അപ്പോൾ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കുറച്ച് പാഡ് ആവശ്യം വരുമല്ലോ. ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും കുറച്ച് പാഡ് വാങ്ങിയിട്ടുണ്ട്. അത് എക്സ്ട്രാ ലാർജ് ആണ് വാങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 3-4 ബെഡ്ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വെക്കാം. പിന്നെ കുറച്ച് നൈറ്റികൾ ഫുൾ ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഒരു 2-3-4 ഫുൾ ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസും പിന്നെ അതേപോലെ തന്നെ
ഫീഡിങ്ങിൻ്റെ മെറ്റേണിറ്റീൻ്റെ നൈറ്റീസുമാണ് എടുത്തേക്കുന്നത്, ഫ്രോക്ക് നൈറ്റീസ്. അപ്പോൾ ഇത് നമുക്ക് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 അണ്ടർ സ്കേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ടർക്കി, അപ്പോൾ പിന്നെ കുറച്ച് അണ്ടർ ഗാർമെൻറ്റ്സ്. ഇത്രയാണ് ഇപ്പം എനിക്ക് വേണ്ട ഡ്രസ്സ് ഐറ്റംസിൽ അതുപോലെയുള്ള സാധനങ്ങൾ ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് പേസ്റ്റ്, ബ്രഷ്, അതുപോലെ തന്നെ ഒരു 2-3 പ്ലേറ്റ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കണം. അതുപോലെ തന്നെ ഫ്ലാസ്ക് വേണം, ബക്കറ്റ്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതങ്ങനെ നമ്മൾ പാക്ക് ചെയ്തേയുള്ളൂ. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഞാൻ ബേബിക്കും എനിക്കും വേണ്ടിയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ ഇതിൽ ബേബിയുടെ തിങ്സിൽ എന്തെങ്കിലും സാധനങ്ങളുടെ ഡീറ്റെയിൽസോ പ്രൈസ് ഡീറ്റെയിൽസോ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ചിലതൊക്കെ ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്ന് ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും തിങ്സാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ നാളെ ചെല്ലുമ്പോൾ അറിയാം എങ്ങനെയാണ് എന്നുള്ളത്, എന്ന ഡേറ്റ് ചേഞ്ച് ചെയ്യുമോ എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഫയൽസ് എല്ലാം, അതായത് ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. അതാരും മറക്കരുത്. നമ്മളുടെ ഫയൽ, ഹോസ്പിറ്റൽ ഡോക്യുമെൻറ്റ്സ്, അതേപോലെ തന്നെ ID കാർഡ്, പിന്നെ ഇൻഷുറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മറക്കാണ്ട് എടുത്തു വെക്കണം എല്ലാവരും. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.